കായംകുളത്ത് 5 CPM പ്രവർത്തകർ BJPയിൽ ചേർന്നിരിക്കുന്നു. പത്തിയൂർ മുൻ ബ്രാഞ്ച് സെക്രട്ടറി രാജൻ ഉൾപ്പെടെ 5 പേരാണ് BJPയിലേക്ക് എത്തിയത്. പ്രവർത്തകരെ ശോഭ സുരേന്ദ്രൻ ഷാൾ അണിയിച്ചു സ്വീകരിച്ചു. രഘുനാരായണനാണ് വിവരങ്ങൾ നൽകുക. രഘു, ഇത് പാർട്ടിയുമായിട്ടുള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പലയിടത്തും കണ്ട വിഭാഗീയ പ്രശ്നങ്ങൾ, തർക്കങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പിന്നാലെയാണോ ഈ പാർട്ടി മാറ്റം, അതോ മറ്റെന്തെങ്കിലും വിഷയങ്ങളാണോ? അതെ, കഴിഞ്ഞ കുറച്ച് നാളുകളായി അവിടെ CPMലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ മാറ്റമാണ്. കഴിഞ്ഞ ദിവസമാണ് ജില്ലാ പഞ്ചായത്ത് അംഗവും CPMന്റെ യുവജന നേതാവുമായ ബിപിൻ സി ബാബുവിന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ മെമ്പർഷിപ്പ് നൽകി BJPയിലേക്ക് സ്വാഗതം ചെയ്തത്. അതിൻ്റെ തുടർച്ചയാണ്. കാരണം ബിപിൻ സി ബാബുവിൻ്റെ നാടാണ് പത്തിയൂർ. അവിടെ പത്തിയൂർ പഞ്ചായത്തിലെ 12ാം വാർഡിൽ ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ട് കൂട്ടരുടെയും, പ്രത്യേകിച്ച് ബിപിൻ സി ബാബുവിൻ്റെയും ഒപ്പം തന്നെ CPMൻ്റെയും ഒരു അഭിമാന പോരാട്ടം കൂടിയാണ്. പ്രാദേശിക തലത്തിലെങ്കിലും അത് വലിയ രാഷ്ട്രീയ ചർച്ചയുമാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു കൂടുമാറ്റത്തിന് അല്ലെങ്കിൽ കൂറുമാറ്റത്തിനൊരു രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത്. മുൻ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം 5 CPMൻ്റെ പ്രവർത്തകരാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. വരും ദിവസങ്ങൾ, അതായത് ബിപിൻ സി ബാബു ഒറ്റയ്ക്കാണ് പോകുന്നതെന്നാണ് പാർട്ടി പറയുന്നത്. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ നിലവിൽ തന്നെ കായംകുളം CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്. അവർ എന്താണ് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടതെന്ന് അവരുടെ വ്യക്തി സ്വാതന്ത്ര്യമാണെന്നാണ് ബിപിൻ സി ബാബു അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ബിപിൻ സി ബാബുവിന് ഇതൊരു അഭിമാന പോരാട്ടം കൂടിയാണ്. അവിടെ തൻ്റെ സ്വന്തം തട്ടകത്തിൽ CPMനെ തോൽപ്പിക്കുക എന്നുള്ളൊരു രാഷ്ട്രീയ ദൗത്യം അയാൾക്കുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ഈ കൂടുമാറ്റം ഒരു ശ്രദ്ധേയമാവുന്നത്. എന്ന് മാത്രമല്ല, ബിപിൻ സി ബാബു പാർട്ടി വിട്ടതിന് പിന്നാലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പരാതിയിന്മേൽ ബിപിൻ സി ബാബുവിനും ഒപ്പം തന്നെ ബിപിൻ സി ബാബുവിൻ്റെ അമ്മയ്ക്കും, അവർ നിലവിൽ CPMൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാണ്, അവർക്കെതിരെ ഗാർഹിക പീഡനത്തിന് കരിയിലക്കുളങ്ങര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇരുവരും മുൻകൂർ ജാമ്യത്തിനായി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്.